മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചത് നിങ്ങൾ കണ്ടോ? AI വെച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഈ നെറ്റിയിൽ കുറിയാണെന്ന് തോന്നുന്നു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മുസൽമാനായിട്ടുള്ള എൻ്റെ നെറ്റിയത്ത് കുറിയൊക്കെ തൊട്ടത് ഹിന്ദു സമൂഹത്തെ, കേരളത്തിലെ ഹിന്ദു മതത്തെ ഈ അൻസാരി അപമാനിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കണ്ടിട്ടുള്ളത്. മുസൽമാനായിട്ടുള്ള എൻ്റെ നെറ്റിയിൽ കുറി തൊടുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തെ അപമാനിക്കൽ തന്നെയാണല്ലോ ലക്ഷ്യം. അതവിടെ നിൽക്കട്ടെ. ഇയാൾ ഇതെന്താ ഈ ഇത്രത്തോളം എൻ്റെ നെറ്റിയിൽ പോലും കുറി തൊട്ടൊക്കെ ഒരു ഫോട്ടോ AI വെച്ചൊക്കെ നിർമ്മിച്ച് രംഗത്ത് ഇങ്ങനെ വരാനുള്ളൊരു കാരണം കേട്ടാൽ ബോധമുള്ള മലയാളി തലയിൽ കൈവച്ചു പോവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തീവ്രവാദി നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല ചെയ്യണമെന്നും വെള്ളിയാഴ്ച കൊല ചെയ്യുമെന്നും പ്രധാനമന്ത്രിയെ പച്ചക്ക് തെറി വിളിച്ചുമായിരുന്നു ഈ തീവ്രവാദി രംഗത്തെത്തിയത്. ഞാൻ ഈ തീവ്രവാദിയുടെ വീഡിയോ വെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തു. ഈ തീവ്രവാദിയോട് കൃത്യമായിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ച ഇറങ്ങുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു കബറ് കുഴിച്ചിട്ട് സ്വന്തം ഇത് കുഴിച്ചിങ്ങാനി ഇറങ്ങിയാൽ മതി എന്നുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ആരിറങ്ങിയാലും നമ്മൾ അവരോട് അത്തരത്തിൽ തന്നെയാണ് പറയുക. രാജ്യദ്രോഹി എന്നാണ് ഇവനെ വിളിച്ചിട്ടുള്ളത്, ഈ തീവ്രവാദിയെ വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വീഡിയോ കണ്ട് കുരു പൊട്ടിയിട്ട് കാത്തിരുന്ന ആ സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി വിളിച്ചതിനൊന്നുമെതിരെ ഈ അൻസാരി എന്ന് പറയുന്ന വ്യക്തി രംഗത്തിറങ്ങി ഒന്നും ചെയ്തില്ല, ഒരു സമയത്തും ഇറങ്ങിയില്ല. പിന്നെ ഈ തീവ്രവാദിയുടെ പേര് മിഥുൻ എന്നറിഞ്ഞ്, മിഥുൻ എന്ന് കേട്ടപ്പോഴേക്ക് ചാടി വീണ് എന്നിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഈ AI വെച്ചൊക്കെ ഒരു കുറിയൊക്കെ ഉണ്ടാക്കി ഹിന്ദു സമൂഹത്തെ എന്തിനാണ്? ഞാനൊരു മുസൽമാനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ലേ, എന്തിനാണ് എന്റെ മതം മാറ്റാനൊക്കെ ഈ അൻസാരി ശ്രമിക്കുന്നത്? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ തീവ്രവാദ മനോഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ് അൻസാരിയുടേത്, ഈ ഫോട്ടോ വെക്കലൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ മിഥുൻ എന്നാണ് ഈ തീവ്രവാദിയുടെ പേര് എന്ന് കേട്ടപ്പോഴേക്ക് ആഘോഷിച്ച് രംഗത്തെത്തുക. ഈ രാജ്യദ്രോഹി എന്ന് പറയുമ്പോഴേക്ക് ഇന്ന മതമാണോ എന്ന് സംശയിക്കുന്നത് അൻസാരിയുടെ ഒരു പ്രശ്നമല്ലേ? എന്റെ ലളിതമായ ചോദ്യം. മിഥുനു എന്നല്ല, രാജ്യത്തെ ഏതൊരു മതത്തിൽപ്പെട്ടവരാവട്ടെ, അവർ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഈ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. അത് ഇന്ന മതം മാറുന്നത് കൊണ്ട് അതിലൊരു മാറ്റൂല. നമ്മളിവിടെ ഞാനൊന്നും നമ്മുടെ ചാനലിലൂടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം, നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ മതം ചർച്ച ചെയ്യാറേയില്ല. എന്നാൽ ഈ അൻസാരിയൊക്കെ മതം വിറ്റാണ് നക്കി തിന്ന് ജീവിക്കാറുള്ളത്. അതാണ് വലിയ യാഥാർത്ഥ്യം. സ്ഥിരം മതം നക്കി തിന്ന് ജീവിക്കുക, അതാണ് ഈ അൻസാരി. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് ഉസ്താദുമാരൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. ഞാനൊക്കെ ബഹുമാനം കൊടുക്കുന്ന ആളുകളുണ്ട്. അവർ മതവിശ്വാസമൊക്കെ ആയി ബന്ധപ്പെട്ട അന്തസ്സായിട്ട് മതകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. പക്ഷെ ആ ഉസ്താദുമാർക്ക് പോലും ഈ അൻസാരിയൊക്കെ അപമാനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രധാനമന്ത്രിയെ തെറി വിളിച്ചവൻ ഹിന്ദുവാണ് എന്ന തരത്തിൽ നിരന്തരം വീഡിയോ ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തെ അപമാനിക്കലല്ലേ? എന്റെ ലളിതമായ ചോദ്യം. ഇവിടെ എന്നെ സംബന്ധിച്ച് ഇവിടെ ഹിന്ദു ആണോ, മുസൽമാനാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയല്ല, ഈ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും നമ്മൾ അവർക്കെതിരെ സംസാരിക്കും. പൊളിറ്റിക്കലി രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം നമ്മൾ ചാനലിലൂടെ സംസാരിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന മതത്തിലാണോ എന്ന് നോക്കിയല്ല ഞാൻ സംസാരിക്കാറുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട്. കേരളത്തിലെ നിരവധി MLA-മാർക്കെതിരെ നമ്മൾ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി സംസാരിക്കാറുണ്ട്. മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കാറുണ്ട്. ഇവിടെ ഒന്നും തന്നെ മതം നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഈ അൻസാരി ഉണ്ടല്ലോ, മതം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു തരം, മതം മാത്രം നക്കി തിന്ന് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്ന ഒരു പ്രധാനിയാണ് ഈ അൻസാരി എന്ന നിറികെട്ടവൻ. വിവേകമുള്ള മുസ്ലിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്തായിട്ട് അൻസാരി ചെയ്തിട്ടുള്ള പല വീഡിയോകളുണ്ട്, അതായത് ചാരിറ്റിയുമായിട്ട്. എന്നിട്ട് പച്ചക്ക് പറയും, ഞാൻ ഹിന്ദു ആളുകളെ, ഹിന്ദു പേരൊക്കെ പറഞ്ഞിട്ട് ആളുകളെ സഹായിക്കുന്നു. ഇവിടെ ശശികല ടീച്ചർ, ലക്ഷ്മി ഖാനത്ത്, RV ബാബു, ഇവരൊന്നും ഹിന്ദുവിനെ സഹായിക്കുന്നോ എന്നൊക്കെയാണ് ചോദിക്കുക. എൻ്റെ ലളിതമാ, നമ്മൾ ആ വിഷയമൊന്നും ഞാനൊന്നും അത് തൊട്ടിട്ട് പോലില്ല.
എൻ്റെ വളരെ ലളിതമായ ചോദ്യം, ഇത് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിലെ മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ രംഗത്തെത്തിയിട്ട് മുസ്ലിങ്ങൾ എന്തേ സഹായിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വർഗീയതയല്ലേ? അതേപോലെ പച്ച വർഗീയതയല്ലേ അൻസാരി നിരന്തരം ഇപ്പൊ കേരളത്തിൽ നടത്തുന്നത്? ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരു മതപണ്ഡിതനും ഇതുപോലെ കളിയാക്കലുകളുമായിട്ട് നമ്മുടെ കേരളത്തിൽ വരാറേയില്ല. ഇതൊക്കെ വിവേകത്തോടു കൂടിയിട്ട് മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട. ഈ അൻസാരിയെയൊക്കെ ഒറ്റപ്പെടുത്തണം, പുച്ഛിച്ച് തള്ളണം. ഒരു മത തീവ്രവാദിയാണ് അൻസാരി എന്ന് നമ്മൾ പച്ചക്ക് വിളിച്ചു പറയണം. എന്നാലേ ഇവിടുത്തെ മുസ്ലിം സമൂഹം രക്ഷപ്പെടൂ. ഇവിടെ ഈ രാജ്യത്തിനൊപ്പമാണ് എന്ന് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ ജോസഫ് മാഷിന്റെ ഫോട്ടോ വെച്ച് അത് ചിരിച്ച് തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു തീവ്രവാദി കൂടിയാണ് ഈ അൻസാരി. ലളിതമായിട്ട് ഇതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഹിന്ദുവിനെ രക്ഷിച്ചോ എന്ന് ഹിന്ദു മത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന അൻസാരിയോട് ചോദിക്കാനുള്ളത്, ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തത് ഈ അടുത്ത പ്രശ്നം സാലറിയാ, പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടാ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാ ആളുകൾക്കും നിത്യശാന്തി നേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് നന്മയുണ്ടാവട്ടെ, അവർക്ക് അതിനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആ ഉസ്താദുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് അതൊക്കെ സഹിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ ഈ ഉസ്താദിനെ പോലെ നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് അൻസാരി എന്ന തീവ്രവാദ മൈൻഡുള്ള ആ നെറികെട്ടവനെ കുറിച്ചൊന്ന് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതമായിട്ട് ആളുകൾ മനസ്സിലാക്കണം. ഈ ഉസ്താദ് ആത്മഹത്യ ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ ഹിന്ദുവിനെ രക്ഷിച്ചോ എന്ന് ചോദിക്കുന്ന ഈ അൻസാരിക്ക് എന്തേ ഒരു ഉസ്താദിനെ, മുസ്ലിം എന്നല്ല പറയുന്നത്, ഒരു ഉസ്താദിനെ, താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദിന് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാനത് എന്തായി? ഹിന്ദുവിനൊക്കെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന അൻസാരി ആയതുകൊണ്ടാണ്. ഞാൻ മറ്റൊരു ഉസ്താദുമാരോടുമല്ല, മറ്റൊരാളോട് നമുക്ക് യാതൊരു വസ്തുവില്ല. നമ്മളിവിടെ ചാനലിലൂടെ പൊളിറ്റിക്സ് ആണ്. ഞാൻ നമ്മുടെ ചാനലിലൂടെ നിരന്തരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാറുള്ളത് പൊളിറ്റിക്സ് ആണ്. രാജ്യത്തിനെതിരെ ആര് നിന്നാലും പഹൽഗാമിൽ മതം ചോദിച്ച് കലിമ ചൊല്ലിച്ച് അടിവസ്ത്രം ഊരിയിട്ട് തീവ്രവാദികൾ നമ്മളിൽപ്പെട്ട 26 പേരെ കൊല ചെയ്തതിന് ഞാൻ ആ പച്ചക്കത് പറയും. അതിൽ മതമല്ല, ആ തീവ്രവാദികളെയാണ് നമ്മൾ എതിർക്കുന്നത്. രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും നമ്മൾ സംസാരിക്കൂ, ഇനി ആരാണെങ്കിലും. അപ്പൊ ഈ പറയുന്ന അൻസാരിയൊക്കെ മനസ്സിലാക്കണം, നിന്റെ അതേ മനോഭാവത്തിലല്ല മലയാളികൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. മലയാളികൾ ഇവിടെ വലിയ ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ അൻസാരി ഇവിടെയുള്ള ഒരു വലിയ രീതിയിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വലിയ ഞങ്ങൾ മാത്രമാണ് സഹായമൊക്കെ ചെയ്യുന്നത് എന്ന് നിരന്തരം അൻസാരി ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഈ അൻസാരി ചാരിറ്റി ചെയ്യുന്നതിൽ മതം നോക്കി ചാരിറ്റി ചെയ്തിട്ട് പച്ചക്കവർ വിളിക്കുന്നത് പോലും റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തും. മതപരമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാ. അപ്പോ തീവ്രവാദ മനോഭാവമുള്ള ആളുകളാണ് മറ്റു മതത്തെ അപമാനിക്കുക. ഹിന്ദു മതത്തിലുള്ള ആളുകളെ സഹായിക്കുന്നു ഹിന്ദു നേതാക്കന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അൻസാരി പറയുന്നത് ഹിന്ദു മതത്തെ അപമാനിക്കുക. ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള എൻ്റെ നെറ്റിയിൽ കുറി തൊട്ടിട്ട് ഒരു ഫോട്ടോ ഇറക്കുന്നത് ഇവിടെയുള്ള ഹിന്ദു മതത്തെ അപമാനിക്കുക, എന്നെയല്ല. ഇനി ഞാനിതൊക്കെ ഇയാളൊരു മനോവൈകല്യമായിട്ട് മാനസിക നില തെറ്റിയ ഒരു മതപണ്ഡിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുത്തനായിട്ട് അൻസാരിയെ ഞാൻ കാണാറുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഇയാൾ എന്ത് തുള്ളൽ കണ്ടാലും എനിക്കൊരു പുല്ലുമില്ല. പക്ഷെ ഇവിടുത്തെ ഹിന്ദു മത ആചാരത്തെ എൻ്റെ നെറ്റിയിൽ കുറി തൊട്ടുകൊണ്ട് ഇവിടെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിവേകത്തോടു കൂടി മലയാളികൾ മനസ്സിലാക്കേണ്ടതാണ്. സകല മലയാളികളും തിരിച്ചറിയുക, ഈ അൻസാരിയൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഐക്യം, ഞാൻ പ്രധാനമന്ത്രി അനുകൂലിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ കുറി തൊട്ട് ഒരു ഫോട്ടോ എൻ്റെ പേരിൽ ഇറക്കിയത്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ, ഞാൻ എൻ്റെ മണ്ണിനെ നെഞ്ചോട് ചേർക്കുന്നത് കൊണ്ടാണോ എൻ്റെ നെറ്റിയിൽ ഈ കുറി തൊട്ടത്? അപ്പൊ ഇവിടെയുള്ള മുസ്ലിങ്ങളെ അല്ലേ അൻസാരി അപമാനിക്കുന്നത്? ഇതിന്റെ ലളിതമായ ചോദ്യങ്ങളാ. സകല മലയാളികളും തിരിച്ചറിയും, ഈ അൻസാരിയൊക്കെ ഉണ്ടല്ലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് പോലും അനുകൂലിച്ച് രംഗത്തിറങ്ങുന്ന അൻസാരി അപകടകാരിയാ. ഇയാളൊക്കെ UAE-യിലാണെങ്കിൽ ഇയാളെ ജയിലിൽ അടയ്ക്കേണ്ട സമയം പോലും കഴിഞ്ഞു. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ UAE-യിൽ നിരോധിച്ചിട്ടുണ്ട്. എന്താണെന്നോ കാരണം? മുസ്ലിം ബ്രദർഹുഡ് അവിടെ ചാരിറ്റി ചെയ്ത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആളുകളുടെ ഇടയിലേക്ക് ചാരിറ്റി ചെയ്തുകൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ അൻസാരി ചാരിറ്റി ചെയ്യുക എന്ന് മാത്രമല്ല,
മതത്തെ സംബന്ധിച്ച് ചാരിറ്റി ചെയ്യുന്നത് നമ്മൾ മരണപ്പെട്ടിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നാൽ അൻസാരി ഇവിടെ ചാരിറ്റി ചെയ്യുന്നത് ഇവിടെ തീവ്രവാദ പ്രവർത്തനം വളർത്താനാണോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, വളരെ വളരെ വലിയ ഗൗരവത്തിൽ തന്നെ. കാരണം അൻസാരി ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ സഹായിച്ച് ആ ഹിന്ദു മതത്തിൽപ്പെട്ട മതനേതാക്കന്മാരോട് പറയാ ഇനി ബാക്കി നിങ്ങൾ സഹായിക്കുന്നത്. അത്ര നിരവധി വീഡിയോകളുണ്ട് ഈ അൻസാരിയുടേത്. ഇതേ ശൈലിയായിരുന്നു UAE മുസ്ലിം ബ്രദർഹുഡ് അവിടെ ചാരിറ്റി ചെയ്തത്. ഞാൻ പറയുന്നതല്ല, UAE ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാ. അവിടെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചതിന്റെ കാരണം അവർ ചാരിറ്റി ചെയ്ത് ജനങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഈ പറയുന്ന അൻസാരി പല രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ സഹായം ചെയ്യാൻ. ഇയാളാര് MLA-യോ? ലളിതായി ചോദിക്കുക, ഇയാളാര് ജനപ്രതിനിധിയാണോ? ഇയാൾ ജനപ്രതിനിധി ആവട്ടെ, എന്നിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ എത്തിക്കട്ടെ. ഇവിടെ ഒരു സമാന്തര ഗവൺമെന്റ് രീതിയിൽ സഹായം ചെയ്യാനൊക്കെ അൻസാരി ആരാണ്? അൻസാരിയുടെ ഈ ചാരിറ്റിയുടെ മറവിൽ തീവ്രവാദം വളർത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാ. ഇവിടെ ചാരിറ്റി ഒക്കെ ചെയ്ത് നന്മയോടുകൂടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊന്നും നമ്മൾ മതമോ MA യൂസുഫ് അലിക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനൊക്കെ നമ്മൾ ഒരുപാട് തവണ കൈയടിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട്, അതിന്റെ ലാഭമുണ്ട്, അതിൻ്റെതായ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റിൽ എല്ലാ രേഖകളുണ്ട്. MA യൂസുഫ് അലി രാജ്യത്ത് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, നമ്മൾ ഒരുപാട് കൈയടിക്കാറുണ്ട്. പക്ഷെ അൻസാരിയാര് ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ കൊട്ടേഷൻ എടുത്ത് ഹിന്ദുവിനെ സഹായിക്കുന്നു എന്ന പേരിൽ രംഗത്തെത്തി പലരെയും സഹായിച്ച് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോൾ, ജോസഫ് മാഷിന്റെ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിൽക്കുമ്പോൾ ഇയാൾ ഒരു തീവ്രവാദിയാണോ എന്ന് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്റെ നെറ്റത്ത് കുറിയിട്ടതിന് ഹിന്ദു സമൂഹത്തോട്, ഹിന്ദു മതത്തോട് ഈ പറയുന്ന അൻസാരി മാപ്പ് ചോദിക്കണം. അവരുടെ മത ആചാരത്തെയാണ് അൻസാരി അപമാനിച്ചത് എന്നുള്ളതും വിവേകമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളും തിരിച്ചറിയുക.